ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് ത്യാഗം സഹിച്ചും കൊത്തിയെടുത്തിരിക്കണം. നോക്കാം. ഇവിടെ തൊട്ടടുത്തൊരു കാവുണ്ട്. നമുക്ക് അച്ഛനും അമ്മയും കൂട്ടി അവിടെ പോയി വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കണം. അതിനായി എല്ലാവരും തയ്യാറായിട്ട് നിക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. സുചിത്രടുത്തി പെട്ടെന്ന് റെഡി ആയിക്കോ. ഹരിതേ. ഓ പിന്നെ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്നവരുടെ വിവാഹ വാർഷികം. അത് ആഘോഷിച്ചില്ലെങ്കിലേ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. എന്ത് അസംബന്ധ ഇത്? എന്താ മനുഷ്യ പറയുന്നത്? നിങ്ങളുടെ സ്വന്തം അച്ഛനമ്മമാരുടെ കാര്യമല്ലേ? എന്തായാലും ആഘോഷിക്കാനായിട്ട് വന്നു. ആ കൂട്ടത്തിൽ ഇങ്ങനൊരു കാര്യം കൂടി നടക്കുന്നത് സന്തോഷമല്ലേ? സന്തോഷാണെങ്കിലേ നീ അങ്ങ് പോയാ മതി, ഞാൻ അങ്ങ് വരുന്നില്ല. കാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച പലർക്കും ഭാഗ്യക്കുറി അടിച്ചിട്ടുണ്ടെന്നാ കേട്ടത്. അതുകൊണ്ട് അച്ഛൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ഭാഗ്യക്കുറി എടുത്താ അടിക്കുമെന്നാ പറഞ്ഞത്. വൃത്തികെട്ടവനെ. അയ്യോ, ഇങ്ങനെ മനസമാധാനം തരാത്തൊരു ജന്മം. ഇടത്തേക്ക് ഇപ്പളാ മനസ്സിലായി. കൈ പോയി. അരുതേ, വന്ദനേച്ചി വന്ന് വിളിച്ചതല്ലേ, നമുക്ക് കാവി പോണ്ടേ? ഓ പിന്നെ, നിന്റെ വന്ദനേച്ചി വന്നങ്ങ് ക്ഷണിക്കാനും ഞാൻ അങ്ങ് വന്ദനം പറയാനും ഞാനങ്ങ് വരുന്നില്ല. നീ അങ്ങ് പോയാ മതി. എന്റെ ഹരിതക്കുട്ടി, നീ പിന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങും. എന്താ? അല്ല, നമ്മള് ഭാര്യയും ഭർത്താവും സ്ഥലത്തുള്ളപ്പോ നമ്മള് രണ്ടുപേരോട് പോകുന്നല്ലേ അതിന്റെ ഒരു മര്യാദ. ആണോ? മര്യാദ ഉള്ളവരോട് മതി മര്യാദയൊക്കെ. എന്റെ വയറ്റിൽ കിടന്ന് കുഞ്ഞിന് വിഷം കൊടുത്ത് കൊന്നവളാ വന്ദന. എല്ലാരും അതങ്ങ് വിഴുങ്ങി, പക്ഷെ ഞാൻ വിഴുങ്ങില്ല. വിഴുങ്ങി എനിക്ക് ഇറങ്ങില്ല. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ആ കൊടും ചതി ഞാൻ മറക്കില്ല. അങ്ങനെയുള്ളവള് വന്ന് ക്ഷണിച്ചാ ഞാൻ പഞ്ചപുച്ഛം അടക്കി അനുസരിക്കണം. എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോ എനിക്ക് മനസ്സുകൊണ്ടാക്കാൻ ആരും വിനോദയാത്രയൊന്നും സംഘടിപ്പിച്ചില്ല. കോടീശ്വരന്റെ ഭാര്യയ്ക്ക് നഷ്ടം സംഭവിച്ചപ്പോ അനുശോചന പ്രവാഹവും വിനോദയാത്രയും. എന്തുകൊണ്ടാ? വർഷയെ താങ്ങി നിന്നാലേ എല്ലാവർക്കും ഭാവിയിൽ കാര്യലാഭമുണ്ട്. MLA കുറുപ്പിന്റെ മോൾക്ക് ആരുടെയും കാര്യലാഭത്തിന്റെ ആവശ്യമൊന്നുമില്ല. വന്ദനയെ കുമ്പിടേണ്ട ഒരു കാര്യവും എനിക്കില്ല. വേണ്ട, എല്ലാം സമ്മതിച്ചേക്കാം. പക്ഷേ ഈ വന്ദനേച്ചി ഇപ്പോ നിന്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയാണെന്നുള്ള കാര്യം മറക്കരുത്. ഭാര്യ? അഴിഞ്ഞോടി നടന്ന് ഒപ്പിച്ചെടുത്ത ഒരു ഭാര്യ പദവി. അരുത്, അതും അങ്ങ് സമ്മതിക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് നീ പിണങ്ങി നിന്റെ വീട്ടിൽ പോയില്ലേ? അന്ന് നാടൊട്ടുക്ക് നടന്ന് വിവാഹം കഴിക്കുന്ന ഒരു കല്യാണരാമന്റെ തലയിൽ നിന്നെ കെട്ടിവെക്കാൻ നോക്കിയില്ലേ നിന്റെ ആനന്ദവല്ലി അപ്പച്ചി? അപ്പൊ നിന്നെ വന്ന് രക്ഷിച്ചതാരാ? നമ്മുടെ വന്ദനേച്ചി. അത് കഴിഞ്ഞ് രണ്ടാമത് ക്ഷേത്രത്തിൽ വരുത്തി നിന്നെ കൊടുക്കാൻ ശ്രമിച്ചില്ലേ? അന്ന് ക്ഷേത്രത്തിൽ വന്ന് നിന്നെ രക്ഷിച്ചവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു നമ്മുടെ വന്ദനേച്ചി. അങ്ങനെയുള്ള വന്ദനേച്ചിയോട് നിനക്ക് വേണ്ടത് വെറുപ്പല്ല, കടപ്പാടാ. ചേച്ചി അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നിനക്ക് ആ കല്യാണരാമനൊപ്പം പോകേണ്ടി വന്നേനെ. എങ്കിൽ ഇന്ന് നിന്റെ അവസ്ഥ ബ്രഹ്മാവിന് പോലും നിശ്ചയിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയുള്ള വന്ദനേച്ചി വന്ന് ക്ഷണിച്ച നിനക്ക് വരാം, വരാതിരിക്കുകയും ചെയ്യാം. എല്ലാം നിന്റെ തീരുമാനം.
ജഗനങ്കിളേ, ജഗനങ്കിൾ, ജഗനങ്കിളേ. ഈ ജഗനങ്കിൾ ഇത് എവിടെ പോയതാ? ഏ നോക്ക്, ആ പോകുന്ന നരന്ത് വെണ്ണ. ഈ അടയ്ക്കക്കുരിയുടെ അത്രയുള്ള കൊച്ചിനെ തട്ടിയെടുക്കാനാണ് ഇത്ര പാട്. ഇവളെ പല പ്രാവശ്യം തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയതാ, നടന്നിട്ടില്ല. ഇവളുടെ മേലിൽ കൂടെ ലോറി വരെ കയറ്റി ഇറക്കിയിട്ടും ചത്തില്ല. റോഡിൽ പറ്റിക്കിടന്ന് രക്ഷപ്പെട്ടു. ജഗജില്ല അവള്. ഇവളെ പൊക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ സാഗർ സാർ നമ്മളെ വെറുതെ വിടില്ല. എന്ത് ത്യാഗം സഹിച്ചും കൊത്തിയെടുത്തിരിക്കണം. നോക്കാം. അങ്കിൾ, ജഗനങ്കിളിനെ കണ്ടോ? ഇല്ല മോളെ. മോളെന്തിനാ ഈ വഴി വന്നത്? ശരിക്കുള്ള വഴി വേറെ ഉണ്ടായിരുന്നല്ലോ. ദേ, ഇവിടെ ഒക്കെ അപകടം പിടിച്ച വഴിയാ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ വന്ദനമ്മ ജഗനങ്കിളിനെ തിരക്കി വന്നതാ. ഏട്ടാ, ഏട്ടനെ കണ്ട് രണ്ടുപേര് പേടിച്ച് മാറുന്നത് ഞാൻ കണ്ടു. അവരാരാ? എന്തിനാ അവർ ഏട്ടനെ കണ്ട് പേടിക്കുന്നേ? ആ, ഞാനാരെയും കണ്ടില്ല. റിസോർട്ടിന്റെ ഭാഗമല്ലേ, പലതരക്കാരും വന്ന് തമ്പടിക്കും. നീ കണ്ടത് വല്ല കള്ളന്മാരെ കൊലപാതകളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാ എന്നെ കണ്ടപ്പോ പേടിച്ചു മാറിയത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഏട്ടനെ കണ്ടപ്പോ കള്ളന്മാരും കൊലപാതകങ്ങളും ഭയന്ന് മാറിയെന്നല്ലേ പറഞ്ഞേ? അതെന്തിനായിരിക്കും?